കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുനരുദ്ധാനം എന്ന വിഷയത്തെക്കുറിച്ച് നാം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാം പഠിച്ചു, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ആശ്ചര്യമായി നമ്മുടെ ശരീരങ്ങൾ വീണ്ടും പുനരുദ്ധാനം പ്രാപിച്ച് നമുക്ക് മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കുമെന്നുള്ളത് വളരെ ഉറപ്പോടുകൂടെ നാം പഠിക്കുകയുണ്ടായി. നമ്മുടെ ശരീരം എങ്ങനെയിരിക്കുമെന്ന് 1 കൊരിന്ത്യർ 15 അധ്യായത്തിലൂടെ നാം കാണുകയുണ്ടായി. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ ഒരു വിഷയമാണ് നമുക്ക് ആശ്ചര്യമായ ഒരു പുനരുദ്ധാനം. ഈ ശരീരം പുനരുദ്ധാനം പ്രാപിക്കുകയും ബലഹീനതകൾ മാറി ശക്തി ധരിച്ച് ഈ പ്രാകൃത ശരീരം ആത്മീയമായി മാറി ഒരു വലിയ മാറ്റം സംഭവിക്കുമെങ്കിലും ദർ ഇസ് എ കണ്ടിന്യൂറ്റി എന്നുള്ളത് കണ്ടു. പൗലോസ് അത് ഓർപ്പിച്ച പോലെ ഒരു വിത്ത് വിതച്ച ശേഷം അത് ചത്ത ശേഷം അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ, എന്നാൽ സെയിം വിത്തല്ല, എന്നാൽ അതുപോലെ തന്നെ അതിൻ്റേതായ ഫലങ്ങൾ ഉളവാക്കിക്കൊണ്ട് ഒരു കിളിർത്ത് വരുന്ന പോലെ മനുഷ്യ ശരീരം മണ്ണിൽ മറവ് ചെയ്ത ശേഷം അതുപോലെ തന്നെ ഒരു പുനരുദ്ധാനം പ്രാപിച്ച് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, എന്നാൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അത് ഉറപ്പോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നാം ഇന്ന് ഒരു പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഏറിയ പങ്ക് ആളുകളും, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ വലിയൊരു സമൂഹം വിശ്വസിക്കുന്നത് യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ പുനരുദ്ധാനം പ്രാപിക്കും, പാപികളെ നരകത്തിലേക്ക് കളയുകയും വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് ചേർക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. നാം മരണ പുനരുദ്ധാനത്തെക്കുറിച്ച്, മരണശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം പഠിച്ചു, മരിക്കുമ്പോൾ ശരീരം മണ്ണിൽ ഏൽപ്പിച്ചു കൊടുത്ത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവും ദേഹിയും അവനെ വിട്ട് പുറത്തുപോയി. ഒരു വിശുദ്ധൻ്റെ ആത്മാവും ദേഹിയും, സോൾ ആൻഡ് സ്പിരിറ്റ്, വേർതിരിക്കപ്പെടുന്നില്ല. അത് വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ആയിരിക്കുകയാണ് പുനരുദ്ധാന ദിവസം വരെ. ഒരു പാപിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൻ മരിക്കുമ്പോൾ അവൻ്റെ ദേഹിയും ആത്മാവും കൂടെ പാതാളത്തിലേക്ക് പോവുകയാണ്, യാതന സ്ഥലത്ത് പോവുകയാണ്. എന്നാൽ നാം ഓർത്തു, പുനരുദ്ധാനമുണ്ട്, 2 കൂട്ടർക്കും പുനരുദ്ധാനമുണ്ട്. വേദപുസ്തകം 2 പുനരുദ്ധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. നാം അത് ഇന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ശേഷം, ആ പഠനം കൂടെ കഴിഞ്ഞ ശേഷം, വിശുദ്ധന്മാർ പാർക്കുന്ന സ്വർഗത്തെക്കുറിച്ചും പാപികൾ പോകുന്ന നരകത്തെക്കുറിച്ചും നമുക്ക് തുടർന്ന് പഠിക്കാം. എന്നാൽ ഈ വിഷയം കൂടെ ക്ലാരിഫൈ ചെയ്ത ശേഷം നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 20 അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 20. നമുക്ക് വേദപുസ്തകത്തെ ആധാരമാക്കി മാത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാനുഷിക ചിന്തകളോ മാനുഷിക അഭിപ്രായങ്ങളോ ഒന്നും വിലപ്പോവില്ല. നാം നേരത്തെ പഠിച്ചതുപോലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനമാണ് നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കുന്നത്. ഈ ഭാവിയെ സംബന്ധിച്ചുള്ള ദൈവം നമുക്ക് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരു വിധത്തിലും മനുഷ്യൻ മനസ്സിലാക്കാനും സാധിക്കില്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം കനിഞ്ഞ് ഈ ഭാവി പദ്ധതികൾ നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വെളിപാട് പുസ്തകം 20 അധ്യായത്തിൻ്റെ 4 തൊട്ടുള്ള വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവരിയ്ക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തവും തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലോ അതിന് മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആ വാക്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കാം, 5-ാം വാക്യം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇവിടെ ജീവൻ അല്ലെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ ഒരു വേർതിരിവ് ദൈവം കാണിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകളുടെ പുനരുദ്ധാനം കഴിഞ്ഞ് 1000 വർഷം കൂടെ കഴിഞ്ഞ് മറ്റ് ഉള്ളവർ ജീവിക്കുന്നുള്ളൂ എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. നാം 4-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, പീഡന കാലഘട്ടം കഴിഞ്ഞ്, അതായത് മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും മുദ്രയേൽക്കാതിരുന്നവരുടെയും മരിച്ചവരുടെ ആത്മാക്കൾ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴുന്നു. വളരെ വ്യക്തമായി പ്രവചന പഠനത്തിൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്നാൽ 1000 വർഷം ഈ ഭൂമിയിൽ ഭരണം നടത്തും.
അപ്പോൾ 1000 വർഷം ഭരണം നടത്തുന്നതിന് മുമ്പ് നമ്മളിവിടെ വായിച്ചതുപോലെ ഒരു പുനരുത്ഥാനം നടക്കുന്നു. എന്നാൽ മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പുനരുത്ഥാനം പ്രാപിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് പുനരുത്ഥാനങ്ങൾ തമ്മിൽ 1000 വർഷത്തിൻ്റെ അന്തരമുണ്ട്. വളരെ വ്യക്തമായി ഒന്നാം പുനരുത്ഥാനവും പുറകെ വരുന്ന പുനരുത്ഥാനവും തമ്മിൽ 1000 വർഷത്തിൻ്റെ അന്തരമുണ്ട്. വീണ്ടും നമ്മൾ ഓർക്കണം, ഈ ഒന്നാം പുനരുത്ഥാനം കഴിഞ്ഞും നമ്മൾ ഓർക്കണം, മനുഷ്യൻ്റെ ഉൽപ്പത്തി തുടങ്ങി മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ആ പാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ്. 1000 വർഷം കൂടെ ആ യാതന അനുഭവിച്ച ശേഷം മാത്രമേ അവർക്ക് പുനരുത്ഥാനം ലഭിക്കുന്നുള്ളൂ. പുനരുത്ഥാനം ലഭിച്ചിട്ട് പിന്നെ അവരെങ്ങോട്ട് പോകുന്നുവെന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഇവിടെ ഈ വ്യത്യാസം ഒന്ന് വളരെ വ്യക്തമായി ശ്രദ്ധിച്ചാട്ടെ. ഈ 5-ാം വാക്യം 6-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇതൊന്നാമത്തെ പുനരുത്ഥാനം. അപ്പോൾ ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പുള്ള പുനരുത്ഥാനമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒരു കാര്യം ദൈവം വ്യക്തമാക്കി, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവര് ഭാഗ്യവാനുമാണ്, വിശുദ്ധനുമാണ്. ദേ ആർ ബ്ലെസ്സഡ് ആൻഡ് ദേ ആർ ഹോളി. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവര് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടരാണ്. അതുകൊണ്ട് മറ്റൊരു കാര്യം ഓർക്കണം, രണ്ടാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ആരാണ്? 5-ാം വാക്യത്തിൽ വായിച്ച പോലെ മരിച്ചവരിൽ ശേഷമുള്ളവരാണ്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കില്ലാത്തവരാണ് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അപ്പോൾ ഒരു സത്യം ഓർക്കാം, 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പുള്ള പുനരുത്ഥാനം നടക്കുന്ന മനുഷ്യര് ദേ ആർ ബ്ലെസ്സഡ് ആൻഡ് ദേ ആർ ഹോളി. അവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പുനരുത്ഥാനം പ്രാപിക്കുന്നവര് അവർ നിർഭാഗ്യവാന്മാരും അവർ ശപിക്കപ്പെട്ടവരുമാണ്. ഈ വായിച്ചതിൻ്റെ നേരെ എതിരാണ്. നമുക്ക് വേദപുസ്തകത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. വളരെ പരിചയമുള്ള വാക്യമാണ്, എങ്കിലും നാം പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ആ വാക്യം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് പറഞ്ഞ 28, 29 വായിക്കാം. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം പ്രാപിക്കുന്നു. അപ്പോൾ ഒന്നാം പുനരുത്ഥാനമുണ്ട്, അതിൻ്റെ ശേഷം 1000 വർഷം കഴിഞ്ഞ് നടക്കുന്ന പുനരുത്ഥാനമുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളിലൂടെ ഓർത്ത്, കല്ലറയിലുള്ളവരൊക്കെ അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു, നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ പലരും ധരിക്കുന്ന പോലെ എന്തെങ്കിലും പ്രവർത്തിച്ച് രക്ഷിക്കപ്പെടുകയാണെന്ന് ഇവിടെ ഒരു തോന്നലുണ്ട്. ഞാൻ അതുകൂടെ ആ പേജിൽ തന്നെയുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 28, 29 വാക്യം നോക്കിയാൽ ക്ലാരിഫൈ ചെയ്ത് പോകാം. എന്താണ് ഈ നന്മ ചെയ്തവരെന്ന് പറയുന്നത്? 6-ാം അധ്യായത്തിൻ്റെ 28, 29. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നല്ല പ്രവൃത്തി എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിലെ വിശ്വസിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവര്, മരിച്ചുപോയ വിശുദ്ധന്മാർ, നന്മ ചെയ്തുവെന്ന് ഇവിടെ രേഖപ്പെടുത്തിയവരെ പുനരുത്ഥാനം പ്രാപിക്കുന്നത് ജീവനായും തിന്മ ചെയ്തവരെ ന്യായവിധിക്കായും പുനരുത്ഥാനം പ്രാപിക്കാൻ പോവുകയാണ്. വീണ്ടും നോക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം വീണ്ടും അവിടെ ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 13, 14 വാക്യം. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക, എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. കർത്താവ് പറഞ്ഞ വാക്കാണ്. നമ്മൾ ഒരു ഭക്ഷണം ഒരുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഭക്ഷണം ഒരുക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചൊക്കെ വിളിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവരും നമ്മളെ തിരിച്ച് ഭക്ഷണം തരും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പ്രാപ്തിയില്ലാത്ത അംഗഹീനരും മുടന്തരും ദരിദ്രരൊക്കെയുണ്ട്. അവർക്കൊരല്പം ഭക്ഷണമൊക്കെ നിങ്ങൾ കൊടുത്താൽ, കർത്താവ് പറഞ്ഞ എന്നാ, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ പ്രത്യുപകാരം ഉണ്ടാകും. യു വിൽ ബി റിവാർഡഡ് അറ്റ് ദ ടൈം ഓഫ് റിസറക്ഷൻ ഓഫ് റൈച്ചസ്. അപ്പോൾ പ്രതിഫലം ലഭിക്കുന്നത് എപ്പോഴാണ്? നീതിമാന്മാരുടെ പുനരുത്ഥാന സമയത്താണ്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തോളം ബന്ധത്തിൽ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ നമുക്ക് പ്രതിഫലവും പറഞ്ഞു. മുമ്പേ നമ്മൾ വായിച്ചു, പിന്നീടുള്ള പുനരുത്ഥാനം ന്യായവിധിക്കായിട്ടുള്ള പുനരുത്ഥാനമാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. പൗലോസിൻ്റെ വാക്കുകളൊന്ന് എടുത്തു നോക്കാം. പൗലോസ്
ഇത്ര ഭക്തനായ പൗലോസ് പറഞ്ഞ വാക്ക് നമുക്ക് നോക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അവിടെയും ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3-ന്റെ-11-ാമത്തെ വാക്യം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയാണ്, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം, മരിച്ചു കിടക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി പൗലോസ് ആഗ്രഹിച്ചു. അതിനുവേണ്ടി എല്ലാം ചവറെന്ന് എണ്ണിക്കൊണ്ട് പൗലോസ് മുന്നോട്ട് പോവുകയാണ്. അവൾ വളരെ വ്യക്തമായി ഈ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചു കിടക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് ഒരു പുനരുത്ഥാനം സംഭവിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ എബ്രായത്തിൽ കടന്നു വരുമ്പോൾ ഒരു കൂട്ടം വിശുദ്ധന്മാർ വിടുതലിന് പകരം അവർ ഭേദ്യമേറ്റു, അവർ കഷ്ടങ്ങൾ അനുഭവിച്ചു. എന്തിനാണെന്ന് അറിയാമോ? 11-ാം അധ്യായം നോക്കിയാട്ടെ. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനായി തിരിച്ചു കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അവര് വിടുതൽ ചിലപ്പോൾ അവർക്ക് കിട്ടിയേനെ, അത് കിട്ടാതെ കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ ഞാനൊരു വീഡിയോ ക്ലിപ്പിംഗ് കാണുകയാണ്. ഞാനത് കണ്ടിട്ട് എനിക്ക് വളരെ മനസ്സിൽ നിന്ന് അത് പോകാൻ ബുദ്ധിമുട്ടായി. ആഫ്രിക്കയുടെ പ്രദേശത്താണ് വിശ്വാസ കുടുംബത്തെ അവരെ തല്ലി നശിപ്പിച്ച് തീയിട്ട് അവരെ ചുടുന്ന ചിത്രം കണ്ടപ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വീഡിയോ, ഒരു ക്ലിപ്പിംഗ് ആയിരുന്നു. വിശ്വാസത്തിന് വേണ്ടി അവരെ കഷ്ട സഹിക്കുക, ഭേദ്യമേൽക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ഈ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വിടുതൽ കിട്ടിയാനെ. എന്നാൽ അവർ തങ്ങളെ തന്നെ ഇതിനെ ഏൽപ്പിച്ചു കൊടുത്ത് മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ വായിച്ചതുപോലെ എന്തിനു വേണ്ടിയാണ്? നല്ലൊരു ഉദ്ധാരണം കൈക്കൊള്ളേണ്ടതിന്, മരിച്ചവരുടെ നിന്നുള്ളൊരു പുനരുത്ഥാനം. ആ പുനരുത്ഥാനം എന്നുള്ള വിഷയമാണ് മരണത്തിന് വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ അവർ തയ്യാറായി എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് നമ്മൾ വെളിപാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച കാര്യം. അതാണ് അവിടെ വായിച്ചു, ആ മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കുന്നവര് ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. എന്നാൽ ഈ പുനരുത്ഥാനത്തിന് നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ക്രമീകരണം കർത്താവ് ചെയ്തിട്ടുണ്ട്. ഒരു ഓർഡറുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം മറക്കാതെ ഓർക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായമാണ് റിസറക്ഷൻ്റെ ചാപ്റ്റർ, അല്ലെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ അധ്യായം. പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിക്കാൻ ബൈബിളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത് 15 ആണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അവിടെ 20 തൊട്ടുള്ള വാക്യം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 15-ന്റെ 20 തൊട്ട്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവർ ആദ്യഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെ കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണവും നീങ്ങിപ്പോവും. വളരെ വ്യക്തമായി ഇവിടെ ഒരു കാര്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. 23-ാം വാക്യം നോക്കിയേ. ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും, ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. ഓരോരുത്തൻ, ബട്ട് എവ്രി മാൻ ഇൻ ഹിസ് ഓൺ ഓർഡർ. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ഒരു ഓർഡറും നമ്മൾ ആ ഓർഡർ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും കൂടെ നമ്മൾ ഓർത്തതുപോലെ ഒന്നിച്ച് പുനരുത്ഥാനം പ്രാപിക്കുകയല്ല. നമ്മൾ ഓർത്തു വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമുണ്ട്, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനമുണ്ട്. 1-ാം പുനരുത്ഥാനമുണ്ട്, 1000 വർഷം കഴിഞ്ഞിട്ടുള്ള പുനരുത്ഥാനമുണ്ട്. ഈ 1-ാം പുനരുത്ഥാനത്തിന് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ഓർഡറുണ്ട്. ഈ പുനരുത്ഥാനത്തിന് ഒരു ഓർഡറുണ്ട്. ഇവിടെ 23-ാം വാക്യത്തിൽ വായിച്ചു, ഓരോരുത്തൻ താൻ്റെ നിരയിലാണ്. ഗ്രീക്കിൽ ടോക്മ എന്നുള്ള വാക്കാണ്. ടോക്മ എന്നുള്ള വാക്ക് മിലിറ്ററി മെറ്റഫോറാണ്, പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ആ വാക്കിൻ്റെ ആശയം എവറി മാൻ ഇൻ ഹിസ് ഓൺ റാങ്ക്. പട്ടാളത്തിൽ നമുക്കറിയാം ഒരു റാങ്ക് ഉണ്ട്, ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ പോലെയാണ് പുനരുത്ഥാനത്തിൻ്റെ ഓർഡർ വരുന്നത്. ഇവിടെ ഈ ഓർഡറിലെ ആദ്യത്തെ ആളാരാണ്? ഇവിടെ നമ്മൾ വായിക്കുന്നു, ആദ്യഫലം ക്രിസ്തു. 23-ാം വാക്യം നോക്കിയാട്ടെ. ഓരോരുത്തൻ താൻ്റെ നിരയിലാണെന്ന് പറഞ്ഞിട്ട് ആദ്യഫലം ക്രിസ്തു, ഫസ്റ്റ് ഫ്രൂട്ട് ഈസ് ക്രൈസ്റ്റ്. ആ 1-ാം പുനരുത്ഥാനത്തിൻ്റെ നിരയിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു, ആദ്യഫലം, പുറകെ വീണ്ടും ഫലങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പ് തരികയാണ്.
എന്നാൽ ഇവിടെ ഇനിയുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യഫലം ക്രിസ്തു, പിന്നെ എന്നുള്ള ആ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ഗ്രീക്കിൽ എപീറ്റിയ, എപീറ്റിയ എന്നുള്ള വാക്കാണ്. ഞാൻ ആ വാക്കിൻ്റെ ആശയം, അർത്ഥം ശ്രദ്ധിച്ചപ്പോൾ ഗ്രീക്കിൽ ഇതിൻ്റെ അർത്ഥം അതിനൊരു ലാപ്സ് ഓഫ് ടൈം, അൺഡെസിഗ്നേറ്റഡ് ഡ്യൂറേഷൻ, പറഞ്ഞിട്ടില്ല എത്ര സമയമുണ്ടെന്ന്. ആദ്യഫലം ക്രിസ്തുവാണ്. ദെൻ ദർ ഇസ് ആൻ അൺഡെസിഗ്നേറ്റഡ് ഡ്യൂറേഷൻ. പിന്നീട് പറഞ്ഞിട്ടില്ലാത്തൊരു സമയത്തിൻ്റെ ദൈർഘ്യമുണ്ട്. അതിൻ്റെ ശേഷം നടക്കുന്ന പുനരുത്ഥാനം ആരാണ്? ക്രിസ്തുവിനുള്ളവരാണ്. ആദ്യം ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചു. ദെൻ ആഫ്റ്റർ ആൻ അൺഡെസിഗ്നേറ്റഡ് ഡ്യൂറേഷൻ, പറഞ്ഞിട്ടില്ലാത്തൊരു സമയത്തിൻ്റെ പരിധിക്ക് അപ്പുറം കിടക്കുമ്പോൾ ക്രിസ്തുവിനുള്ളവരുടെ പുനരുത്ഥാനം സംഭവിക്കും. എന്നാൽ ക്രിസ്തുവിനുള്ളവരെന്നുള്ള വാക്കിലൂടെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ ക്രിസ്തുവിൽ പുനരുത്ഥാനം പ്രാപിക്കുകയാണ്. അങ്ങനെയല്ല. ആരാണ് ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം? ആരാണിത്? വളരെ വ്യക്തമായി നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് പുതിയ നിയമസഭയാണ്. പഴയ നിയമ ഭക്തന്മാരും അതിനകത്തില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇനിയും പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചോ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കതൊരു ചെറിയ പഠനം നടത്താം. നമ്മൾ വളരെ വ്യക്തമായി കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, അവിടെ ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പിന്നീട് എന്താ വായിക്കുന്നത്? ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ദോസ് ഹു ആർ ഡെഡ് ഇൻ ക്രൈസ്റ്റ്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി വായിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ ക്രിസ്തുവിൽ മരിച്ചവരാണ് മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് പുതിയ നിയമസഭയെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വെളിപ്പെടുത്തുന്നത്? എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിലായത്? ഏത് യുഗമെടുത്ത് പഠിച്ചാലും ഈ പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ് നമ്മളെ ക്രിസ്തുവിനകത്താക്കുക. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ആത്മസ്നാനം എന്ന് പറഞ്ഞ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഈ ആത്മസ്നാനത്തിൻ്റെ അനുഗ്രഹത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തുമിരിക്കുന്നു. നാം എല്ലാവരും ഏക ശരീരമായി, ഒരു ശരീരമാക്കി നമ്മളെ തീർക്കുകയാണ്. നമ്മുടെ ശരീരം നോക്കിയാട്ടെ, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. ആ ജീവൻ നമ്മളെ ഒന്നായി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതുപോലെ മാർമികമായ ഒരു ശരീരം ക്രിസ്തുവിനുണ്ട്. അവൻ ശിരസ്സാണ്. ആ ശിരസ്സിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശരീരമുണ്ട്. ആ ശരീരം എങ്ങനെയാണ് ഫോം ചെയ്തത്? ആത്മസ്നാനത്താലാണ്. ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് കർത്താവിൻ്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നോക്കിക്കാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മുടെ കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. അവിടെ കർത്താവ് പറഞ്ഞു, 14-16 തൊട്ട് വായിച്ചാൽ നമുക്കറിയാം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് തരും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചിട്ട് 20-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്നറിയും. ആ വാക്കുണ്ടോ? പരിശുദ്ധാത്മാവ് വരുന്ന കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്ന ശേഷം എന്ത് സംഭവിക്കും? ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. ഐ ഇൻ യു ആൻഡ് യു ഇൻ മീ. ഐ ഇൻ യു ആൻഡ് യു ഇൻ മീ. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്ന് നിങ്ങൾ മനസ്സിലാക്കും. എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? പരിശുദ്ധാത്മാവ് വന്ന ശേഷം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം നോക്കിയാട്ടെ. കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ നോക്കുക, അതിൻ്റെ 37 തൊട്ടുള്ള വാക്യം. നമുക്കറിയാം, ഉത്സവത്തിൻ്റെ മഹാദിവസമായി ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുമ്പോൾ അത് തന്നിൽ വിശ്വസിക്കുന്നവരെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദിയെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് 39-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, അവൻ അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. കർത്താവ് തേസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു.
ഈ ലോകത്തിൽ വെച്ച് എന്താ സംഭവിച്ചത്? അവൻ്റെ മഹത്വമെല്ലാം ഊരി വെച്ചിട്ട് അവനിവിടെ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ലോക സ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് നീ എന്നെ മഹത്വപ്പെടുത്തണം. ആ മഹത്വം ഊരി വെച്ച് വന്നുകൊണ്ടാണ് ഇവർക്ക് കർത്താവിൻ്റെ കൂടെ ഭക്ഷിപ്പാനും ഉറങ്ങുവാനും തൊടുവാനും ഒക്കെ സംസാരിച്ചത്. മഹത്വം, എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞു. മഹത്വീകരിക്കപ്പെട്ട ശേഷം പത്മോസിൽ യോഹന്നാൻ കണ്ടപ്പോൾ അവനെ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീഴുകയാണ്. എന്നാൽ കർത്താവ് തേസ്കരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് പെന്തിക്കോസ്തിൽ പരിശുദ്ധാത്മാവ് വന്നത്. എസ്തേറിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഇന്ന് ഗൾഫിലുമൊക്കെ കാണാം, ഈ രാജാക്കന്മാർ സിംഹാസനത്തിൽ ഏറുമ്പോൾ, അല്ലെങ്കിൽ കൊറോണേഷൻ ഡേ എന്ന് പറയും, അവർ സിംഹാസന നിയുക്തരാകുമ്പോൾ അന്ന് ധാരാളം സമ്മാനങ്ങൾ കൊടുക്കും. ബദ്ധന്മാരെ, ജയിലിൽ കിടക്കുന്ന ഒത്തിരി പേർക്ക് വിടുതലൊക്കെ കൊടുക്കും. കർത്താവ് തേസ്കരിക്കപ്പെട്ടപ്പോൾ ഈ രണ്ട് കാര്യം സംഭവിച്ചു. ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു. ആ സമ്മാനമാണ് മനുഷ്യവർഗത്തിന് കൊടുത്ത പരിശുദ്ധാത്മാവ്. 2, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുത്തു. അനേക പാപികൾക്ക് പാപമോചനം കർത്താവ് കൊടുക്കുകയാണ്. അത് ഒരു കൊറോണേഷൻ ഡേ, ഒരു സിംഹാസന നിയുക്തരാകുന്ന രാജാക്കന്മാര് അത് നടക്കുമ്പോൾ അത് സംഭവിക്കുന്ന എസ്തേറിന്റെ പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങൾ കൊടുത്തുവിടുന്നു. നമ്മുടെ കർത്താവ് തേസ്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ, 14-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അറിയും, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാണ്. ഒരു ഓർഗാനിക് യൂണിറ്റി. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാണ്. വൈനും വൈനിൻ്റെ ബ്രാഞ്ചസും. ഒരേ ജീവൻ ഒന്നിച്ച് പങ്കുവെച്ച് ഒരു മുന്തിരിവള്ളി പോലെ, ഒരു ശരീരം, ഒരു ശിരസും പോലെ ആത്മസ്നാനത്താൽ ക്രിസ്തുവിനോട് നമ്മളെ ബന്ധപ്പെടുത്തി പരിശുദ്ധാത്മാവ്. ഇനി നമുക്ക് മറ്റൊരു വാക്യം കൂടെ നോക്കാം. 1 യോഹന്നാൻ നോക്കിയാട്ടെ, 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. കർത്താവ് പറഞ്ഞു, അന്ന് നിങ്ങൾ അറിയും. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 4:13. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ആ വാക്യം കണ്ടോ? നാം അവനിലും അവൻ നമ്മളിലും വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നതുകൊണ്ടാണ് നാം കർത്താവിൽ വസിക്കുന്നു, കർത്താവ് നമ്മളിൽ വസിക്കുന്നുവെന്ന് നമുക്ക് പൂർണ്ണ ഉറപ്പുള്ളത്. അങ്ങനെയാണ്, ആത്മസ്നാനത്താലാണ് അത് നടന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അനേക പ്രവൃത്തികളിൽ ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മസ്നാനം. എന്നാൽ ഓർക്കണം, ഈ ആത്മസ്നാനം എന്ന് പറയുന്നത് ഈ യുഗത്തിൽ മാത്രമുള്ളതാണ്. ഒരു യുഗത്തിലും, പഴയ നിയമത്തിലോ ഇനിയും ഭാവിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. അന്നൊന്നും ആത്മസ്നാനമില്ല. ആത്മസ്നാനം ഈ യുഗത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. നമ്മളെ ഒരു പ്രത്യേക ഗണമാക്കി തീർക്കുകയാണ്. നാം അവനുമായിട്ട് അഭേദ്യ ബന്ധമാണ്. പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലും നമ്മളത് ഓർത്തു. നമുക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല. അത്ര ധൈര്യമായിട്ട് നാം അവനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മഹത്വപൂർണമായ ഓർപ്പിക്കുമ്പോൾ ഒരു കാര്യം തീർത്ത് നമ്മൾ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുന്നു. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, മധ്യാകാശത്തിൽ കർത്താവ് വരുമ്പോൾ പുതിയ നിയമസഭയുടെ പുനരുത്ഥാനമാണ്. നാമാണ് പുനരുത്ഥാനം പ്രാപിച്ച് കർത്താവിനെ കണ്ടുമുട്ടുവാൻ മധ്യാകാശത്തിലേക്ക് എടുത്തുള്ളപ്പെടുന്നത്. അപ്പോൾ 1-ാം പുനരുത്ഥാന നിരയിൽ 1-ാമത്തെ നിര നമ്മൾ ഓർത്തു, ഓരോരുത്തൻ താത്തൻ്റെ നിര ക്രിസ്തു. 2 പുതിയ നിയമസഭ. 3 ആരാണ്? പഴയ നിയമഭക്തന്മാരാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പഴയ നിയമഭക്തന്മാർ കൂടെ ഈ പുതിയ നിയമസഭയോട് ചേർന്ന് പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇല്ല എന്ന് വേദദിവസവും പഠിക്കുമ്പോൾ നമുക്ക് കാണാം. ഞാൻ അതിനുള്ള തെളിവ് തന്നിട്ട് ഞാൻ ആ ഭാഗം വിടാം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം. ദാനിയേലിന്റെ പുസ്തകം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ബൈബിളിലൂടെ കൊണ്ടുവന്നു, കാരണം അത് കുറച്ചുകൂടെ വ്യക്തമായി അത് പഠിപ്പിക്കുന്നത് കൊണ്ട്. ഞാൻ ഇംഗ്ലീഷ് ഭാഷാന്തരം കുറച്ചുകൂടെ നമ്മളെ അത് മനസ്സിലാക്കി തരുന്നത് കൊണ്ട് ഞാൻ അതോടെ കൊണ്ടുവന്നു. ആ ഭാഗം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. നോക്കുക, ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യം നോക്കി. ആ കാലത്ത് നിന്റെ സ്വന്തം ജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ദേവനും
രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്ന പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി ഉണരും. രണ്ട് കാര്യം സംഭവിക്കും. ഒന്നാമത്, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം. രണ്ട് വാക്യം നമുക്കറിയാം. ഒന്ന്, ജെരമ്യാ പ്രവചനം 30:7. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കഷ്ടകാലം, അത് യാക്കോബിന് കഷ്ടകാലം. മത്തായി 24:21 യേശുക്രിസ്തു പറഞ്ഞു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടം. ഇവിടെ രേഖപ്പെടുത്തി, ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഒരു കാലഘട്ടവും ഒരു കഷ്ടങ്ങളും തുലനം ചെയ്യുവാൻ കഴിയാതെ വണ്ണമുള്ള മഹാകഷ്ടം. ആ കഷ്ടമെന്ന് പറയുന്നത് പീഡന കാലഘട്ടം. പ്രത്യേകിച്ച് യഹൂദന് മഹാകഷ്ടമാണ്. ജെരമ്യാവ് 30:7 വായിക്കുന്ന പോലെ യാക്കോബിന് കഷ്ടകാലം. യഹൂദൻ പീഡിപ്പിക്കപ്പെടുന്ന ഭയാനകമായ ഒരു കാലഘട്ടം. അന്ന് മീഖായേൽ പ്രഭു എഴുന്നേൽക്കും. മീഖായേൽ പ്രഭു എഴുന്നേൽക്കുമ്പോൾ നാം ഓർക്കുന്നു, അവരുടെ രക്ഷയുള്ള ബന്ധത്തിലാണ്. രണ്ട് കാര്യം അന്ന് സംഭവിക്കും. ഈ പീഡനകാലത്തുള്ള ബന്ധത്തിൽ രണ്ട് കാര്യം സംഭവിക്കുന്നു. എന്താണ്? പുസ്തകത്തിൽ എഴുതി കാണുന്നവനും രക്ഷ പ്രാപിക്കും. രണ്ട്, പുനരുത്ഥാനവും പ്രാപിക്കും. രക്ഷ പ്രാപിക്കും എന്നുള്ളത് ഇംഗ്ലീഷിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. രണ്ട് കാര്യം സംഭവിക്കും. ആൻഡ് അറ്റ് ദാറ്റ് ടൈം യുവർ പീപ്പിൾ ഷാൽ ബി ഡെലിവേർഡ്. പിന്നീട് റിസറക്ഷനെ കുറിച്ച് പറയും. രണ്ട് കാര്യം സംഭവിക്കണം. ദർ ഷുഡ് ബി എ ഡെലിവറൻസ് ആൻഡ് ദർ ഷുഡ് ബി എ റിസറക്ഷൻ. ഒരു വിടുതൽ സംഭവിക്കണം, പുനരുത്ഥാനം സംഭവിക്കണം. വിടുതൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? യഹൂദന് വിടുതൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാകഷ്ടകാലം യഹൂദന് സംഭവിക്കുകയാണ്. അന്തിക്രിസ്തു തേർവാഴ്ച നടത്തുകയാണ്. ഇതിനു മുമ്പുള്ള 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അന്തിക്രിസ്തുവിന്റെ ആ ഭയങ്കരമായ വാഴ്ച മൂലം യഹൂദൻ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവർക്കൊരു വിടുതൽ കിട്ടും. പക്ഷെ എപ്പോഴാണ് വിടുതൽ കിട്ടുന്നത്? 2 തെസ്സലോനിയർ എടുത്താട്ടെ, 2 തെസ്സലോനിയർ 2-ാം അധ്യായം. എപ്പോഴാണ് വിടുതൽ കിട്ടുന്നതെന്ന് അവിടെ നോക്കാം. 2 തെസ്സലോനിയൻസ് 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കിക്കാട്ടെ. 7-8 വായിക്കാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്ന വഴി നിന്ന് മാറിപ്പോക മാത്രം. അപ്പോൾ അധർമ്മൂർത്തി വെളിപ്പെട്ടു വരും. സംശയമില്ല, അന്തിക്രിസ്തുവിന്റെ വരവാണ്. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അന്തിക്രിസ്തുവിനെ ആരാ നശിപ്പിക്കുന്നത്? യേശുക്രിസ്തുവാണ്. എപ്പോഴാണ് നശിപ്പിക്കുന്നത്? കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവം. കർത്താവിന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താലാണ് അന്തിക്രിസ്തുവിനെ നശിപ്പിക്കുന്നത്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? 7 വർഷ പീഡന കാലഘട്ടം കഴിയുമ്പോൾ മഹത്വത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. രഹസ്യത്തിൽ തൻ്റെ സഭയെ മധ്യാകാശത്തിൽ ചേർത്ത ശേഷം 7 വർഷം പീഡന കാലഘട്ടം കഴിയുമ്പോൾ യഹൂദനെ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആരും അവനില്ലാതെ വരുന്ന ഒരു കാലഘട്ടം. ഒരു മനുഷ്യനും അവന് തുണയ്ക്കില്ല. അവൻ ഇല്ലാതെ പോകും എന്ന് വരുന്നൊരു സാഹചര്യം. പഴയ നിയമ ഏടുകളിലൊക്കെ പഠിച്ചാൽ നമുക്ക് രസകരമായ ഒരുപാട് പഠനമുണ്ട്. ലേവ്യ പുസ്തകത്തിൽ ദൈവം കൊടുത്ത പ്രമാണത്തിൽ ഒരു പ്രമാണമാണ്, നിന്റെ സഹോദരൻ ദരിദ്രനായി ഏതാനും വിറ്റാൽ എന്ന് പറഞ്ഞാൽ സഹോദരൻ വിറ്റു, ദരിദ്രനായി. അതിനുശേഷം തന്നെത്താൻ വിൽക്കുകയാണ്. അവൻ ഒരു അടിമയായി തീരുവാൻ പോകുമ്പോൾ അവൻ്റെ അടുത്ത ചർച്ചക്കാരൻ, അവൻ്റെ ബന്ധു വന്ന് അവനെ വീണ്ടെടുക്കാം. യഹൂദൻ ഒരു കാലഘട്ടം വരുന്നു, യാക്കോബിൻ്റെ കഷ്ടകാലം. അന്ന് ലോകരാഷ്ട്രങ്ങൾ അവനെതിരായി വന്ന് അവരെ, സ്ത്രീകളെ വഷളാക്കി പട്ടണത്തിൽ പാതി പിടിച്ചുകൊണ്ടുപോയി. മഹാകഷ്ടത്തിൽ അവരാകുന്ന ഘട്ടത്തിൽ അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവനോട് കരയുമ്പോൾ, അന്ന് നാം ഓർക്കണം, അവരുടെ അടുത്ത ചർച്ചക്കാരൻ എന്ന് പറയുന്നത് അവരുടെ ബ്ലഡ് ഉള്ളത് കർത്താവിനാണ്. ആ കർത്താവ് അവർക്ക് വേണ്ടി തുറന്നു നിൽക്കും. വളരെ വ്യക്തമായി പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നോക്കി ആരെയും കണ്ടില്ല, ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടുവാൻ അവൻ ഇറങ്ങി വരും. യഹൂദന് വേണ്ടി ഏകനായി അവൻ്റെ ശത്രുവിനെ നിഗ്രഹിക്കുന്ന സന്ദർഭം. അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ ഈ അധർമ്മൂർത്തിയെ നശിപ്പിക്കുന്നു. അപ്പോൾ നാം നമ്മുടെ വിഷയം, ഈ പ്രവചന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുക, അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവ സമയത്താണ് അവർക്ക് വിടുതൽ കിട്ടുന്നത്. അന്തിക്രിസ്തുവിൽ അന്നാണ് പുനരുത്ഥാനം പറഞ്ഞിരിക്കുന്നത്. That is a time.
ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് സഭയെ ചേർത്തുകൊള്ളുന്ന സമയത്തല്ല പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. അവൻ മഹത്വ പ്രത്യക്ഷതയിൽ അവൻ വെളിപ്പെട്ട് അന്തിക്രിസ്തുവിനെ നിഗ്രഹിക്കുന്ന സമയത്ത് നാം വായിച്ചതുപോലെ there will be a deliverance and there will be a resurrection. ഒരു വിടുതലും പുനരുത്ഥാനവും യഹൂദന് കിട്ടും. രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ നോക്കിക്കാട്ടെ. യെശയ്യാ പ്രവചനം 26 അധ്യായം, ഐശയ്യാ ചാപ്റ്റർ 26. യെശയ്യാ പ്രവചനം 26 അധ്യായം, അവിടെയും പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗം നോക്കിക്കാട്ടെ. 26 അധ്യായത്തിൻ്റെ 19 തൊട്ടുള്ള വാക്യം. ഐശയ്യാ 26:19 onwards, 19 തൊട്ട്. നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിന് മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. എൻ്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം, ക്രോധം കടന്നുപോകണം, അല്പകാലം കൂടെ ഒളിച്ചിരിക്കാം. യഹോവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും, തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കില്ല. ദ സ്ലെയിൻസ്, അവരെ ഇനി മൂടിവെക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം നോക്കിയേ, നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം. പല വ്യാഖ്യാനങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ പ്രവചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, ഒരു കൂട്ടം യഹൂദനെ പെട്രയിൽ കൊണ്ടുവന്ന് അറകളിൽ കടത്തി അടയ്ക്കുന്നത് പോലെ അവനെ അടച്ചു സൂക്ഷിക്കും, രക്ഷപ്പെടുത്തും. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി, ക്രോധം കടന്നു പോകുവോളം അല്പകാലം കൂടെ ഒളിച്ചിരിക്കണം. ക്രോധം, മഹാക്രോധം, പീഡന കാലഘട്ടം കൂടെ കഴിയുമ്പോൾ ഭൂമി തൻ്റെ പ്രേതന്മാരെ പ്രസവിക്കും. പഴയ നിയമ പുനരുത്ഥാനം ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ക്രോധം കടന്നുപോയ ശേഷമാണ്, പീഡന കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുനരുത്ഥാനൻ്റെ ഓർഡറാണ്. ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. രണ്ടാമത്തെ ഘട്ടം, അതിൻ്റെ ഓർഡർ പുതിയ നിയമ ഭക്തന്മാരുടെ പുനരുത്ഥാനം. മൂന്നാമത്തെ ഓർഡർ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. ഒരു കൂട്ടരുടെ പുനരുത്ഥാനം പ്രാപിക്കുന്നു. വെളിപാട് 20 അധ്യായം നോക്കിക്കാട്ടെ. 20 അധ്യായം നമ്മൾ വായിച്ചതാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ല. വെളിപാട് പുസ്തകം 20 അധ്യായം നമ്മൾ വായിച്ച വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 20 അധ്യായത്തിൻ്റെ 4 തൊട്ട് നമുക്കറിയാം, പീഡന കാലഘട്ടത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട്. പീഡന കാലഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള 2 മാർഗം. ഒന്ന്, അന്തിക്രിസ്തുവിനെ മുദ്രയേൽക്കാതെ, അവനെ വണങ്ങാതെ, അവൻ്റെ ബിംബത്തെ നമസ്കരിക്കാതെ, അവനോട് എതിർത്ത് നിന്ന് വിശ്വാസം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും. കർത്താവ് മടങ്ങി വരുമ്പോൾ അവർ തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കും. പക്ഷെങ്കിൽ അനേകര് അങ്ങനെ അന്തിക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, വണങ്ങാൻ നിൽക്കുമ്പോൾ അവർ കൊല്ലപ്പെടുന്നുണ്ട്, അവർ കൊല്ലപ്പെടും. അപ്പോൾ പീഡന കാലഘട്ടത്തിൽ വലിയൊരു സമൂഹം, ജാതികളും യഹൂദന്മാരും കൊല്ലപ്പെടുന്നുണ്ട്. അവരെപ്പോഴാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്? 4 വാക്യം നോക്കിയേ, വെളിപ്പാട് 20:4. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവജന നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. ട്രിബുലേഷൻ സെയിൻസ്, പീഡന കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവര് ആ കർത്താവ് മടങ്ങി വരുമ്പോൾ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ വാഴാൻ പോവുകയാണ്. അവരെ കുറിച്ച് ഓർക്കണം, അവര് സഭയുടെ അംഗങ്ങളല്ല, സഭയുടെ അംഗങ്ങളല്ല, പക്ഷെങ്കിൽ അവർ ജീവിച്ച് ക്രിസ്തുവിനോട് കൂടെ വാഴും. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം. ആ ഓർഡറിൽ 4ാമത് വരുന്ന പഴയ നിയമ ഭക്തന്മാരുടെ പുനരുത്ഥാനത്തുള്ള ബന്ധത്തിൽ ഇവരും പുനരുത്ഥാനം പ്രാപിക്കും. ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയാണ്. ഒന്നുകൂടെ നമ്മൾ ഓർത്തതുപോലെ അതിൻ്റെ ഓർഡർ നോക്കിക്കാട്ടെ. ആദ്യ ഫലം ക്രിസ്തു, പിന്നീട് പറയപ്പെടാത്ത ഒരു സമയദൈർഘ്യം കഴിയുമ്പോൾ ക്രിസ്തു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, പുതിയ നിയമ വിശുദ്ധന്മാർ. 2, പീഡന കാലഘട്ടം കഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അന്തിക്രിസ്തുവിനെ നിഗ്രഹിക്കുമ്പോൾ അന്ന് വിടുതൽ പറഞ്ഞിരിക്കുന്നു, ഡെലിവറൻസ്, അന്തിക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് ഡെലിവറൻസ് പറഞ്ഞിരിക്കുന്നു. അന്ന് പുനരുദ്ധാനവും പഴയ നിയമഭക്തന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്, യഹൂദന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ പഠിച്ചു, യെശയ്യാവ് 26 വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്രോധം കടന്നുപോയിട്ട് ശേഷമേ പുനരുത്ഥാനം പ്രാപിക്കുന്നുള്ളൂ. 4ാമത്തെ കൂട്ടര് പീഡന കാലഘട്ടത്തിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ, അവര് പുനരുത്ഥാനം പ്രാപിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു. അപ്പം 4 കൂട്ടം ആളുകൾ 1ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരും അവര് നാം വായിച്ചതുപോലെ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. അവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അവരെക്കുറിച്ചുള്ള ചില ഭാഗം.
6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. നോ അതോറിറ്റി, നോ പവർ. അവരുടെ മേൽ രണ്ടാം മരണത്തിന് യാതൊരു അധികാരവുമില്ല. സ്മിർന സഭ, വെളിപാട് ദിവസം 2-3 അധ്യായം പഠിക്കുമ്പോൾ 200 വർഷം റോമൻ ചക്രവർത്തിമാർ സഭയെ കൊന്നൊടുക്കി, അനേകർ മരിച്ചു. യഹൂദന്റെ മനസ്സിൽ പല ചിന്തകളുണ്ടായിരുന്നു. ആ കാലത്ത് പല തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ദുർമരണം സംഭവിക്കുക, കൊല്ലപ്പെടുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ യഹൂദന് കൊടുത്ത ഭൗമിക നന്മകളാണ് ഇത് കർത്താവ് കൊടുത്തത്. ഈ ദുർമരണം സംഭവിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ദൈവത്തിൻ്റെ അപ്രീതിയാണ് എന്നൊരു ധാരണ പലരുടെയും മനസ്സിലുണ്ടായിരുന്നു. അന്ന് ആ സഭയ്ക്ക് കർത്താവ് ഒരു ഉറപ്പ് കൊടുത്തു. 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, വെളിപാട് ദിവസം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവിടെ എന്താ അവർക്ക് ഉറപ്പ് കൊടുത്തത്? ഈ കൊല്ലപ്പെടുന്ന സഭയോട് എന്താ പറഞ്ഞത്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് രണ്ടാം മരണത്തിൻ്റെ ദോഷം വരികയില്ല. രണ്ടാം മരണത്തിൻ്റെ ദോഷം അവന് വരത്തില്ല. അവൻ കൊല്ലപ്പെട്ടാലും ശരി, അവൻ്റെ തലയെ അറുത്താലും ശരി, അവന് രണ്ടാം മരണത്തിൻ്റെ ദോഷം വരത്തില്ല. മനുഷ്യൻ എന്തെല്ലാം ചിന്തിച്ചാലും അവൻ നരകത്തിലോട്ട് പോകില്ല, അല്ലെങ്കിൽ രണ്ടാം മരണത്തിൻ്റെ ദോഷം വരില്ല. 1-ാം പുനരുത്ഥാനത്തിൽ അവന് പങ്കുണ്ട്. അവൻ ആരാണ്? ഭാഗ്യവാനും വിശുദ്ധനുമാണ്. ഇവിടെ വായിച്ചു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലും ആ വാക്കിൻ്റെ പ്രസക്തി ഞാൻ കാണിക്കാം. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നോക്കി. റോമൻസ് ചാപ്റ്റർ 6 and verses 9. ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചു. ആ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു 6:9. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. പുനരുത്ഥാന ശേഷം അവൻ ഇവിടെ വായിച്ചതുപോലെ ഇനി മരിക്കില്ല, അവൻ്റെ മരണത്തിന് ഇനി കർത്തൃത്വമില്ല. നമ്മെ സംബന്ധിച്ചോ? ലൂക്കോസ് 20:35 നോക്കി. ലൂക്കോസ് 20:35 വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇനി 35, എങ്കിലും ഈ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയില്ല, അവർക്കിനി മരിപ്പാൻ കഴിയുകയുമില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ ദൈവതുല്യരും ദൈവപുത്രന്മാരും, അവർക്കിനി മരിപ്പാൻ കഴിയില്ല. ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചപ്പോഴും 6:9 റോമലേഖനത്തിൽ വായിക്കുന്നു, അവനിനി മരിക്കാൻ കഴിയില്ല. എന്തൊരവസ്ഥയാണ്! ദിസ് മോർട്ടൽ വിൽ പുട്ട് ഓൺ ഇമ്മോർട്ടാലിറ്റി. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിച്ചു, മർത്യമായത് അമർത്യത്തെ ധരിക്കും. നമ്മൾ ഇന്ന് മർത്യരാണ്, മരിക്കുന്നവരാണ്. മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മരിക്കുന്നവൻ, മർത്യൻ. വി വിൽ പുട്ട് ഓൺ ഇമ്മോർട്ടാലിറ്റി. ഇനി മരിക്കത്തില്ല. മാത്രമല്ല, രണ്ടാം മരണത്തിന് ദോഷങ്ങൾ സംഭവിക്കില്ല എന്ന് ഇവിടെ വായിച്ചതുപോലെ രണ്ടാം മരണത്തിന് അവരുടെ മേലെ അധികാരവുമില്ല. പുനരുത്ഥാന പുത്രന്മാരാണ്, ക്രിസ്തുവിന് തുല്യരായിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. എന്നാൽ 1000 വർഷം കഴിഞ്ഞിട്ട് മറ്റൊരു പുനരുത്ഥാനം നടക്കും. അവരെക്കുറിച്ചുകൂടെ നമുക്ക് നോക്കാം. നമുക്ക് 20-ാം അധ്യായം വീണ്ടും ശ്രദ്ധിച്ചാട്ടെ. 20-ാം അധ്യായം, വെളിപാട് ദിവസം 20-ാം അധ്യായം 5-ാം വാക്യം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്നാൽ ഈ ലോകത്തിൽ 1000 വർഷം ഭരിക്കുമെന്നുള്ളത് ബൈബിളിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 20-ാം അധ്യായത്തിലാണ്. കർത്താവിൻ്റെ ഈ ലോക ഭരണത്തെക്കുറിച്ച് ഒരുപാട് വെളിപ്പാടുകൾ പഴയ നിയമേടുകളിലുണ്ട്, പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 1000 വർഷം ഡ്യൂറേഷൻ പറഞ്ഞിരിക്കുന്ന ഏക ഭാഗം ദിസ് റെവലേഷൻ ചാപ്റ്റർ 20. അന്ന് സാത്താനെ ബന്ധിക്കും. അതിൻ്റെ 1-ാം വാക്യം തൊട്ട് വായിക്കുന്നുണ്ട്, 1000 വർഷത്തേക്ക് അവനെ ചങ്ങലയിട്ട് ബന്ധിക്കും. എന്തിനാണ്? ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. 7-ാം വാക്യം നോക്കട്ടെ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും, ജീവിച്ചിരിക്കുന്നവരെ ഒന്ന് പരീക്ഷിക്കാൻ. അതിൻ്റെ ശേഷം നമ്മൾ ഓർത്തു, 5-ാം വാക്യത്തിൽ മരിച്ചവൾ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. 1000 ആണ്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 12-ാം വാക്യം നോക്കി. 12-ാം വാക്യം, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനം മുമ്പിൽ നിൽക്കുന്ന കണ്ടു. മരിച്ചവർ ആബാലവൃദ്ധം. 1000 വർഷം കഴിഞ്ഞിട്ട് മരിച്ച ആബാലവൃദ്ധം, മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി മരിച്ചുപോയ സകല ദുഷ്ടന്മാരും പുനരുത്ഥാനം പ്രാപിച്ച് അവർ നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? അവരുടെ ന്യായവിധി കഴിഞ്ഞിട്ട് അവരെ നോക്കാട്ടെ എന്താ സംഭവിക്കുന്നത്. നമ്മൾ ഈ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുമ്പോൾ, ഈ 2ാമത് പുനരുത്ഥാനം പ്രാപിക്കുന്ന അവരെ സംബന്ധിച്ച് പറയുന്നത്, നാം അതിൻ്റെ 14-ാം വാക്യം നോക്കാട്ടെ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കൾ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക
രണ്ടാമത്തെ മരണം. തീപ്പൊയ്ക, അതിന് കൊടുത്ത പേരെന്താ? രണ്ടാം മരണം. നമ്മൾ അല്പം വിശദമായിട്ട് അത് പഠിക്കും, പുറകെ പഠിക്കാം. വീണ്ടും നമ്മൾ നോക്കിയാട്ടെ, അതിൻ്റെ 21 അധ്യായത്തിൻ്റെ 8 വാക്യം, 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനിരപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. ഇത് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം. ഒന്നാം മരണമുണ്ട്, രണ്ടാം മരണമുണ്ട്. ആദമിനോട് ദൈവം പറഞ്ഞു, ആദം അവരോട് എന്താ പറഞ്ഞത്? ആ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം സെപ്പറേഷൻ എന്നാണ്, വേർപാടെന്നാണ്. നോക്കുക, അന്ന് സംഭവിച്ചെന്താ? അന്നൊരു മരണം സംഭവിച്ചു. മനുഷ്യനവൻ്റെ ആത്മാവിൽ മരിച്ചിട്ട് ദൈവത്തിൽ നിന്നൊരു അകലുകയാണ്. വീണ്ടും ജനനം, ദൈവത്തോട് വീണ്ടും മടങ്ങി ബന്ധത്തിൽ വരികയാണ്. മുടിനായ പുത്രന്റെ സ്റ്റോറി നമുക്കറിയാം. കർത്താവ് പറഞ്ഞത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. പിതാവിനോട് വീണ്ടും ബന്ധം ലഭിച്ചു. നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണില്ല. നമുക്ക് പിതാവായ ദൈവത്തോട് വീണ്ടും ഒരു ബന്ധം ഉണ്ടാകും. അത് പരിശുദ്ധാത്മാവിനാലും ദൈവത്താലും സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഈ തീപ്പൊയ്ക്ക് രണ്ടാം മരണം, ആ തീപ്പൊയ്ക എന്നുള്ള വേർഡ് നമ്മൾ ഓർക്കണം, ഗിഹന്ന എന്ന വാക്കാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ദുഷ്ടന്മാരുടെ ആത്മാക്കൾ പോകുന്ന സ്ഥലം ഹെഡീസ് അല്ലെങ്കിൽ ഷിയോൾ. ആത്മാവ് കിടക്കുന്നത്, ദുഷ്ടന്മാരുടെ ആത്മാക്കൾ കിടക്കുന്നത് ഹെഡീസ് അല്ലെങ്കിൽ ഷിയോൾ. അതല്ല ഇത്. ഇവിടെ ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം കൂടെ നടന്നിട്ട് അവരെ തെള്ളിയിടുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കണ്ടു, മരണത്തെയും പാതാളത്തെയും. ആ രണ്ട് വാക്ക് എന്തിനാ അങ്ങനെ ഉപയോഗിച്ച്? മരണം എന്ന വാക്ക് ശരീരത്തിനും പാതാളം എന്ന വാക്ക് ആത്മാക്കൾക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. നമുക്കറിയത്തില്ലേ, ധനവാൻ മരിച്ചു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. അവൻ്റെ ശരീരം ഇവിടെ അടക്കപ്പെട്ടു. ആ ശരീരത്തിനാണ് മരണമെന്ന് പറയുന്നത്. എന്നാൽ അവൻ്റെ ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവ് ഇവിടെയാണ്, പാതാളത്തിൽ. എന്നാൽ അന്ന് എന്താ സംഭവിക്കുന്നത്? മരണം ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ വായിക്കുന്നുണ്ട്, മരണം 13 വാക്യം, സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും, ആ വാക്ക് നോക്കിയാട്ടെ, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, മരണം ഏൽപ്പിച്ചു. മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം ഏൽപ്പിച്ചു. അവരും ജീവിച്ചു. അവർക്കൊരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി നടക്കുന്നത് എവിടെയാണ്? 1000 വർഷം കഴിയുമ്പോൾ നാം വായിക്കുന്നു ഒരു വെള്ളസിംഹാസന ന്യായവിധി. അതാണ് 20 അധ്യായത്തിൻ്റെ 11 തൊട്ടുള്ള വാക്യം. നമ്മൾ വായിച്ചില്ലേ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, രണ്ടാം പുനരുത്ഥാനം പ്രാപിക്കുന്നത് അവർ എന്തിനു വേണ്ടിയാണ്? ന്യായവിധിക്കായിട്ടാണ്. നാം നേരത്തെ വായിച്ചു, ന്യായവിധിക്കാൻ. ആ ന്യായവിധി 20 അധ്യായത്തിൻ്റെ 11 തൊട്ടുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ന്യായവിധി. എന്നാൽ ഇവരെ പിന്നെ തെളിയിടുന്നത് ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്കയാണ്. തീപ്പൊയ്ക, സമുദ്രം പോലെ തീ കൊണ്ടുള്ളൊരു പൊയ്ക. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദമായിട്ട് എടുക്കാൻ നോക്കാം. എന്താണ് ഈ തീപ്പൊയ്ക, ലേക്ക് ഓഫ് ഫയർ? അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗിഹന്ന. മറ്റേത് നമ്മൾ ഓർത്തു ഷിയോൾ എന്നോ ഹേഡീസ് എന്നോ ആണ്. ഇത് ഗിഹന്ന, ലേക്ക് ഓഫ് ഫയർ. അവിടോട്ടാണ് അതിന് കൊടുത്ത പേരാണ് രണ്ടാം മരണം. നമ്മൾ ഓർത്തു, ഒന്നാം മരണം പാപത്തിൻ്റെ ഫലമായി മരിച്ചുപോയ മനുഷ്യൻ, അവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് രണ്ടാം മരണം, അവൻ്റെ മേൽ അധികാരമുണ്ട്. ആ രണ്ടാം മരണം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തതുപോലെ നരകം. മരണം എന്നുള്ളത് സെപ്പറേഷൻ, എറ്റേണൽ സെപ്പറേഷൻ. ഒരിക്കലും മടങ്ങി വരാതെ നിത്യമായൊരു വേർപാടിൻ്റെ പേരാണ് ഇത്, രണ്ടാം മരണം. മടങ്ങി വരില്ല. ഇനി നമ്മൾ നോക്കാം. അപ്പം വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം 4 ഘട്ടം. ദുഷ്ടന്മാര് ഒന്നിച്ചവസാനം പുനരുത്ഥാനം പ്രാപിച്ച് വെള്ളസിംഹാകുമ്പോൾ ന്യായവിധിയും. എന്നാൽ ഇനിയും എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിലും നരകത്തിലും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ സംഭവിക്കണം. പ്രധാനമായി വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ 2 കാര്യം സംഭവിക്കണം. ഒന്ന്, ന്യായവിധിയും നടക്കണം, കുഞ്ഞാടിൻ്റെ കല്യാണവും നടക്കണം. കുഞ്ഞാടിൻ്റെ കല്യാണം അഭേദ്യമായി ബന്ധം അവനോടുകൂടെ ബന്ധത്തില്ല. എന്നാൽ ആ കുഞ്ഞാടിൻ്റെ കല്യാണം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളിലുള്ള കറയും കളങ്കവും മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. കറയും കളങ്കവും ഇല്ലാതാണ് അവളെ തനിക്ക് തന്നെ തേജസ്സോടവൻ മുൻനിർത്തുന്നത്. നമ്മളിലൊക്കെ ഒരുപാട് കറയും കളങ്കവും ഒക്കെയാണ്. എത്ര ശ്രമിച്ചാലും
എത്ര ശ്രമിച്ചാലും ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷൻ നമുക്ക് ഉണ്ടാകത്തില്ല. ഞാൻ പലപ്പോഴും ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ട്, ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ പോലും, ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ, അവർ ശുശ്രൂഷിക്കുന്നത് തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ട, തങ്കം പൊതിഞ്ഞ പലകൾ ഉള്ള ഹൗസ് ഓഫ് ഗോൾഡിനകത്താണ്. എല്ലാ ഉപകരണങ്ങളും ഐദർ ഇറ്റ് ഈസ് ഗോൾഡ് ഓർ ഗോൾഡ് കവേർഡ്. മുകളിലോട്ട് നോക്കിയ കെരൂബുകളെ നെയ്ത കർട്ടൻ സ്വർഗമാണ്, സ്വർഗതലമാണ്. അവരവിടെ ശുശ്രൂഷിക്കുന്നെങ്കിലും നാം പഠിച്ചപ്പോൾ ഓർത്തു, അവരുടെ കാലുകൾ അന്നേരവും എവിടെയാണ്? മരുഭൂമിയിലെ മണ്ണിലാണ്. അവരുടെ കാലുകൾ അപ്പോഴും മരുഭൂമിയിലെ മണ്ണിലാണ്. അവർ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുമ്പോഴും അവരുടെ കാലുകൾ മരുഭൂമിയിലെ മണ്ണിലാണ്. അതുകൊണ്ട് എപ്പോഴും അവരുടെ കൈയും കാലും കഴുകാൻ അതിൻ്റെ മുന്നിലൊരു പിത്തള തൊട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. സ്റ്റിൽ വി നീഡ് എ വാഷിംഗ്. പത്രോസിൻ്റെ കാലുകൾ കഴുകിയപ്പോൾ കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴുകിയാൽ മതി. ദിനംതോറും ഒരു കഴുകൽ നമുക്ക് ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ചു വന്ന പോലെ നമ്മൾ എത്ര ശ്രമിച്ചാലും അന്ന് അവിടെ ചെല്ലുമ്പോൾ എന്നിൽ കറയും കളങ്കവും ഒക്കെ കാണും. അതെല്ലാം കർത്താവ് മാറ്റിയിട്ടാണ് തനിക്ക് തന്നെ നമ്മളെ തേജസ്സോടെ നിർത്തുന്നത്. എവിടെയാണ് മാറ്റുന്നത്? ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുന്നിലാണ്. നമ്മൾ വളരെ വ്യക്തമായി നമുക്കറിയാം, എബ്രായർ 9:27 ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. God has appointed once death and then judgment. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ക്ലിപ്പിംഗ് കണ്ടു, വിശ്വാസികളെ തല്ലി തീയിലിട്ട് ചുടുന്നത്. ഞാനത് കണ്ടിട്ട് ഇന്ന് ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമാണ്, എത്രയോ ഇൻജസ്റ്റിസസ്, എത്രയോ നിരപരാധികൾ കൊല്ലപ്പെട്ടും അടികൊണ്ടും തെറ്റിദ്ധരിച്ചും ഒക്കെ ഇരിക്കുകയാണ്. ഇവരെ ദൈവത്തിൻ്റെ നീതി ഒരിക്കൽ ന്യായം വിധിക്കുമ്പോൾ ഇവരെ ഉപദ്രവിച്ചവർക്ക് പീഡ കൊടുക്കുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടു ഒരു ന്യായവിധിയുണ്ട്. ഇന്ന് ലോകത്തിൽ ന്യായാധിപന്മാർ പോലും നമുക്കറിയാം ബയസാണ്. നമ്മുടെ രാഷ്ട്രീയ ഗോളം നമ്മൾ കാണുന്നില്ല, എന്തെല്ലാമാണ്. ആരാ സത്യം പറയുന്നത്, ആരാ കാവട്യം പറയുന്നത്, നമുക്കൊന്നും അറിയില്ല. പല നിരപരാധികളും കുറ്റമനുഭവിക്കുന്നുണ്ട്, പല കുറ്റവാളികളും വെറുതെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ റെക്ടിഫൈ എന്നൊരു ദിവസമുണ്ട്. ഇതെല്ലാം റെക്ടിഫൈ എന്നൊരു ദിവസമുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തികളും ദൈവം കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, അവൻ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ദൈവം ന്യായം വിധിക്കുമ്പോൾ ഇതെല്ലാം ഇതിനനുസരിച്ച്, അവൻ്റെ നീതിക്കനുസരിച്ച് ഇതിന് തക്ക പ്രതിഫലങ്ങൾ ഓരോരുത്തരും കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ന്യായവിധി ദിവസം ഉണ്ടെങ്കിലേ സാധിക്കൂ. ഇന്ന് മനുഷ്യൻ ദൈവം ഇതൊന്നും അറിയുന്നില്ല എന്ന് കരുതി ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു കാര്യത്തോളം ബന്ധത്തിലാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്, ആരും കാണുന്നില്ലല്ലോ. എന്നോടൊരു കാര്യം തോളുള്ള ബന്ധത്തിൽ പറഞ്ഞ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നഷ്ടം വന്നാലും സാരമില്ല, എനിക്ക് അങ്ങനെ മതി. ആരും എല്ലാവരും ചെയ്ത് അതാണ്. ഞാൻ പറഞ്ഞില്ല, ഒരാൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരാൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇറ്റ് മേ ബി എ ടൈം ഓഫ് ടെസ്റ്റിംഗ് ഫോർ മീ. എന്നെ ഒരുപക്ഷെ ദൈവം പരിശോധിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് നഷ്ടം സഹിക്കാൻ ഞാൻ വില്ലിങ്ങാണ്, എനിക്ക് അങ്ങനെ മതിയെന്ന് പറഞ്ഞു. നമ്മളെ കാണുന്നുണ്ട്, ദൈവം നമ്മുടെ സകല പ്രവൃത്തി കാണുന്നു. 50-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. 50-ാം സങ്കീർത്തനം അതിൻ്റെ 21-22 വാക്യം നോക്കിയാട്ടെ. ദൈവം ഇന്ന് മൗനമായിട്ടിരിക്കുകയാണ്. 21-22 വാക്യം. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കൺമുമ്പിൽ അവയെ നിരത്തി വെക്കും. നീ ഇതൊക്കെ ചെയ്തു, ഞാൻ മിണ്ടാതിരുന്നു, നീ ഓർത്തു ഞാൻ നിന്നെ പോലെയാണ്. ഒരു ദിവസം നിന്നെ ശാസിച്ചിട്ട് നിന്റെ കണ്ണിൻ്റെ മുന്നിൽ ഞാനിത് നിരത്തി വെക്കും. ന്യായവിധി ദിവസത്തിൽ മനുഷ്യൻ്റെ സകല പ്രവൃത്തികളും ദൈവം നിരത്തി വെക്കും. വളരെ വ്യക്തമായി, യാതൊരു തർക്കവുമില്ലാതെ വേദവസ്വം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്, മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനൊരു ദീർഘമായ പഠനം എടുക്കുന്നില്ല. ഇപ്പോഴുള്ള ഏതാനും മിനിറ്റ് കൊണ്ട് അത് കവറപ്പ് ചെയ്ത് തീർത്താൽ പിന്നീട് തുടർന്നുള്ളത് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാനതങ്ങനെ കവറപ്പ് ചെയ്ത് വിടാനായിട്ട് നോക്കുകയാണ്. സോ ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി. നമ്മൾ ഓർത്തതുപോലെ എല്ലാവരും ന്യായവിധി ഒന്നിച്ചല്ല. നാം നേരത്തെ വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ, നീ ഒരു അത്താഴം കഴിക്കുമ്പോൾ, മുത്താഴം കഴിക്കുമ്പോൾ സ്നേഹിതർ, സമ്പന്നർ, അയൽവക്കക്കാരെ വിളിച്ച് കൊടുക്കാതെ
അംഗഹീനരും മുടന്തരെയും കൊടുക്കുക, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിവാർഡ്, നിനക്ക് പ്രതിഫലം കിട്ടുന്നത് പുനരുത്ഥാന സമയത്താണ്. അപ്പോൾ വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിച്ച് മധ്യാകാശത്തിലേക്ക് എടുത്തുള്ളപ്പെട്ട ശേഷം വേദവസം പഠിച്ചു നോക്കിയാൽ ക്രിസ്തുവിനോട് കൂടെ അവർ മടങ്ങി വരുമ്പോൾ അവർ പ്രതിഫലം കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അവരുടെ ശിരസിൽ കിരീടങ്ങളുണ്ട്, വെള്ളവസ്ത്രമുണ്ട്, അവർ പ്രതിഫലം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സത്യം തീർച്ചയാണ്, ഇവിടെ നിന്ന് നാം എടുത്തുകൊള്ളപ്പെടുമ്പോൾ പ്രതിഫലങ്ങൾ കിട്ടിയിട്ടില്ല. മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട ശേഷം അവിടെ വെച്ച് നമ്മുടെ ന്യായവിധി നടന്ന് പ്രതിഫലങ്ങൾ പ്രാപിച്ച് നാം മടങ്ങി വരികയാണ്. അപ്പോൾ വിശുദ്ധന്മാരുടെ ന്യായവിധി മധ്യാകാശത്തിൽ വെച്ചാണ്. 1000 വർഷം കഴിഞ്ഞ് ദുഷ്ടന്മാരുടെ ന്യായവിധി എവിടെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ആകാശവും ഭൂമി ഒഴിഞ്ഞുപോയി, പ്രപഞ്ചത്തിൽ എവിടെയോ മാനവരാശി നിൽക്കുന്നു. ആബാലവൃദ്ധം, മരിച്ചുപോയ ദുഷ്ടന്മാർ, അവരുടെ ന്യായവിധി അവിടെ വെച്ച് നടക്കുന്നു. എന്നാൽ വിശുദ്ധന്മാരുടെ ന്യായവിധിയുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ വ്യക്തമായി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ന്യായവിധിയില്ല. ദുഷ്ടന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്പം മുമ്പ് നമ്മൾ പഠിച്ചു, അവർ ന്യായവിധിക്കായി പുനരുത്ഥാനം പ്രാപിക്കുന്നു. നമ്മൾ ന്യായവിധിക്കായിട്ട് പുനരുത്ഥാനം പ്രാപിക്കുകയല്ല, നാം പ്രതിഫലങ്ങൾക്കായിട്ട് നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കുകയാണ്. എന്തിനു വേണ്ടിയാ പ്രാപിക്കുന്നത്? നമുക്ക് ഇനി ശിക്ഷയില്ല. എന്തൊരാശ്വാസമാണ്! ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷിക്കപ്പെടുന്ന ഒരു ശിക്ഷ ഇനി ദൈവമക്കൾക്കില്ല. പോരായോ മുട്ടുകുത്താൻ? ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ അത് പോരെ? വിശുദ്ധന്മാർക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെന്ന ഏക കാരണത്താൽ ഇനി ശിക്ഷാവിധിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ ന്യായം വിധിക്കുന്ന ത്രോണിന്റെ പേരെന്താ? ക്രിസ്തുവിൻ്റെ ന്യായാസനം. സിംഹാസനമെന്നല്ല, അതിന് കൊടുത്ത പേര് ന്യായാസനം. ഗ്രീക്കിൽ ബീമ എന്നാ, മറ്റേത് ത്രോണോസ് എന്നാ. 2 വാക്യം വായിച്ചിട്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, കാണാതറിയാവുന്ന വാക്യമാണെങ്കിലും നമുക്കൊന്ന് വായിച്ചു വിടാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. ആരൊക്കെയാണ് വെളിപ്പെടുന്നത്? നാം എല്ലാവരും. ഒരു വ്യത്യാസവുമില്ല. പൗലോസ് വരെ ഇതിനകത്തുണ്ട്. നാം എല്ലാവരും എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ പൗലോസും എല്ലാവരും ഈ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കും. എന്തിനാ നിൽക്കുന്നത്? ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണോ തീയതാണോ അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. ഒരു വാക്യം കൂടെ, റോമലേഖനം 14-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. റോമലേഖനം 14-ന്റെ 10-ാം വാക്യം അവിടെ വായിക്കുന്നുണ്ട്, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 12, ആകയാൽ നാം നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മിൽ ഓരോരുത്തർ. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ്. വ്യക്തികളായി, കൂട്ടമായിട്ടല്ല, വ്യക്തികളായി. അതിൻ്റെ 10-ാം വാക്യം ഇംഗ്ലീഷിൽ ദൈവത്തിൻ്റെ ന്യായസനം എന്നല്ല, ഞാൻ ഇംഗ്ലീഷിൽ വായി. ബട്ട് വൈ ഡു യു ജഡ്ജ് യുവർ ബ്രദർ, ഓർ വൈ ഡു യു ഷോ കണ്ടംപ്റ്റ് ഫോർ യുവർ ബ്രദർ, ഫോർ വി ഷാൽ ഓൾ സ്റ്റാൻഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. നാം എല്ലാവരും ക്രിസ്തു ന്യായസന മുമ്പാകെ നിൽക്കും. ഈ 2 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസന മുമ്പാകെ നിൽക്കും. ക്രിസ്തുവിൻ്റെ ന്യായസന മുമ്പിലാണ് ദൈവമക്കളുടെ ന്യായവിധി. ദുഷ്ടന്മാരുടെ ന്യായവിധി വെള്ളസിംഹാസന മുമ്പിൽ. വെളിപാട് ദിവസം 20-11 തൊട്ടുള്ള വാക്യം. എന്തിനാണ് ന്യായവിധി? അതുകൂടെ പറഞ്ഞ ഈ ഭാഗം ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. 2 കൊരിന്ത്യർ 5-10, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും. പെട്ടെന്നൊരു ചിന്ത വരും, പാപമാണോ വിശുദ്ധിയാണോ എന്നാണ് പരിശോധന. നമ്മൾ പഠിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദമായി എടുക്കാതെ പറയട്ടെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നല്ലതെന്നുള്ളത് അഗാത്തോസ്, ചീത്ത എന്നുള്ളത് ഫോളോസ്, ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത, പ്രയോജനമില്ലാത്ത. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് ദൈവമഹത്വത്തിന് ഉതകിയോ ഇല്ലയോ എന്നുള്ളത്. എന്തൊക്കെ ചെയ്താ സുവിശേഷ വിലയാണോ? അല്ല, എല്ലാം ഉണ്ട്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മൾ ചെയ്യണം. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ കടമ
ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ഓരോ പ്രവൃത്തികളിലും ജീവിതത്തിൻ്റെ വഴികളിലും ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നുണ്ടോ? മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. ആ മഹത്വം എനിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മൾ അതുകൊണ്ടാണ് തിരുവചനത്തിൽ വായിക്കുന്നത്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം അവൻ്റെ മഹത്വത്തിനായി നാം ചെയ്യണം. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ ഈ ജീവിതം അവസാനിച്ച് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തോ ദൈവമഹത്വത്തിന്, അതവിടെ നിലനിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുമ്പോൾ അല്ലാത്തതൊക്കെ എന്ത് ചെയ്യും? കത്തിപ്പോകും. അല്ലാത്തതിനൊന്നും എനിക്ക് പ്രതിഫലമില്ല. ഈ രണ്ട് പ്രധാന കാരണങ്ങൾ നടക്കും. ഒന്ന് കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവിടെ എന്താ സംഭവിക്കുന്നത്? മാനിഫെസ്റ്റേഷൻ. 13-ാം വാക്യം. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധനയും. ആ വാക്ക് കണ്ടോ? വെളിപ്പെടും, വെളിപ്പെട്ടു വരും, തീ വെളിപ്പെടുത്തും. റിവീലിംഗ് എന്ന് പറഞ്ഞാൽ മറനീക്കി കാണിക്കുക. റെവലേഷൻ. എൻ്റെ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തതിൻ്റെ മാനിഫെസ്റ്റേഷൻ. എൻ്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു? എൻ്റെ മോട്ടീവ്സ് എന്തായിരുന്നു? ഞാനൊന്നും പേര് പറയുന്നില്ല. ഒരു ചർച്ചിലെ സുവിശേഷ വിഹിത സഭയാണ്. ഇലക്ഷൻ നടക്കുക. ഭയങ്കര വഴക്ക്. അപ്പോഴാണ് മനസ്സിലായത് എന്തിനാന്ന് ചോദിച്ചാൽ 2 വർഷം ഓവർസിയറായിട്ടിരുന്ന് ഇനിയും 2 വർഷം കൂടെ പുള്ളിക്ക് ഇരിക്കണം. അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ നടത്തുക. ഭയങ്കര വഴക്കാണ്. എന്താ മോട്ടീവ്സ്? എന്താ ഉദ്ദേശം? ഓവർസിയറായിട്ടിരുന്നാൽ നല്ല കാശ് കിട്ടും. അത് തീയോടെ വെളിപ്പെട്ട് വരും. നീ എന്തിന് ക്രിസ്തുവിനെ സേവിച്ചു? നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്തായിരുന്നു? കർത്താവ് എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ചിലർ വയറിന് വേണ്ടി ദൈവത്തെ സേവിക്കുന്നു. ഓരോരുത്തരുടെ ഉദ്ദേശങ്ങൾ ഓരോന്നാ. വളരെ വ്യക്തമായ തിരുവചനത്തിൽ വെളിപ്പെടുത്തി ക്രിസ്തുവിന് ന്യായസൂമ്പിൽ നിൽക്കുമ്പോൾ വി വിൽ ബി മാനിഫെസ്റ്റഡ്. നമ്മൾ അന്ന് വെളിപ്പെടും. തീ തന്നെ വെളിപ്പെടുത്തും. തീ കൊണ്ടുള്ള ശോധന, ഇറ്റ് ഈസ് ടു ടെസ്റ്റ് ദ ക്വാളിറ്റി, നോട്ട് ദ ക്വാണ്ടിറ്റി. നമ്മുടെ വേലയുടെ വലിപ്പമല്ല, വേലയുടെ ആ ഗുണവിശേഷം പരിശോധിക്കുകയാണ് തീ കൊണ്ട്. വളരെ ഭയത്തോടെ കർത്താവിനെ സേവിക്കേണ്ടത് ആവശ്യമാണ്. 2, എൻ്റെ പ്രവൃത്തികളെ പരിശോധിക്കും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 10-ാം വാക്യം തുടങ്ങി. 1 കൊരിന്ത്യർ 3:10. എനിക്ക് ലഭിച്ച ദൈവകൃത്യത്തോടെ ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നെന്ന് ഓരോരുത്തർ നോക്കിക്കൊള്ളട്ടെ. ടേക്ക് ഹീഡ് ഹൗ യു ബിൽഡ്. നിന്റെ ക്രിസ്തീയ ജീവിതം, ശുശ്രൂഷകൾ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ സാധിക്കില്ല. ഞാനൊരു പ്രധാന ശില്പി, ചീഫ് ആർക്കിടെക്റ്റ് ആയിട്ട് കൊരിന്ത്യ സഭയ്ക്ക് ഞാൻ അടിത്തറയിട്ടിട്ടുണ്ട്. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. ഓരോരുത്തർ നോക്കിക്കോണം എങ്ങനെയാ പണിയുന്നത്. കാരണം എന്നാ? നമ്മൾ വളരെ വ്യക്തമായി തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാക്കി. കോലേബേഴ്സ് വിത്ത് ഗോഡ്. ഞാൻ ആരോടുകൂടെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തോടു കൂടെ. ദൈവത്തിൻ്റെ വേലയാണ്. ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ ദാസനാണ്. ഞാനൊരു ദൈവത്തിൻ്റെ ദാസനാണ്. ഞാൻ ചെയ്യുന്ന ദൈവത്തിൻ്റെ വേലയാണ്. ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ്. ദൈവത്തോട് കൂടെ ഞാൻ പ്രവർത്തിക്കുകയാണ്. ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. ടേക്ക് ഹീഡ് ഹൗ യു ബിൽഡ്. നീ എങ്ങനെ പണിയുന്നെന്ന് നീ തന്നെ നോക്കിക്കോണം. അതുകൊണ്ടാണ് ഉപദേശങ്ങൾക്കൊക്കെ പ്രാധാന്യത. ദൈവം വെളിപ്പെടുത്തിയ ഉപദേശങ്ങളെ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിപ്പാൻ കടപ്പെട്ടവനാണ്. എങ്ങനെയും പ്രവർത്തിപ്പാനായിട്ട് എനിക്ക് സാധ്യമല്ല. നാം പഠിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ സമാഗമന കൂടാരം ദൈവം പറഞ്ഞതനുസരിച്ച് മോശ പണിത് കഴിഞ്ഞപ്പോൾ 8 പ്രാവശ്യവും മറ്റവ യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. യഹോവ മോശയോട് കൽപ്പിച്ച പോലെ. ദൈവം എന്ത് മോശയോട് പറഞ്ഞോ അതുപോലെ തന്നെ മോശ ദൈവത്തിൻ്റെ ഭവനം ചമച്ചെടുത്തു. എബ്രായ ലേഖനത്തിൽ എന്താ വായിക്കുന്നത്? മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. നമ്മുടെ വിശ്വസ്തത പരിശോധിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിന് ന്യായസനത്തിന് മുമ്പിൽ ആർ ബി ഫെയ്ത്ത്ഫുൾ ടു ഹിം? ഇന്ന് പലതിനും പക്ഷം പിടിക്കുകയും പല കാര്യങ്ങളും പലതിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ പലതും നമ്മൾ ചെയ്തേക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും.
തീ കൊണ്ട് തന്നെ ശോധന ചെയ്യും. അന്ന് നമ്മൾ ഓർത്തതുപോലെ നമ്മളെ വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളെയും വെളിപ്പെടുത്തും. അത് ഭയപ്പെട്ട്, വളരെ ഭയത്തോടുകൂടി നമ്മളെ കർത്താവിൻ്റെ സേവ ചെയ്യാൻ ആവശ്യമാണ്. പൗലോസ് ഭയപ്പെട്ടു. അന്ന് തൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ താൻ കൊള്ളരുതാത്തവനായി പോകരുത്. 1 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 29 വാക്യം. അവിടെ പൗലോസ് ഭയപ്പെട്ടു. 1 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 24 തൊട്ടുള്ള വാക്യം, അതിൻ്റെ 27 വാക്യം മാത്രം വായിക്കാം. ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്നെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. ഞാൻ കൊള്ളരുതാത്തവനായി പോകരുത്. ദാറ്റ് ഐ ഷുഡ് നോട്ട് ബി എ കാസ്റ്റവേ, അൺപ്രോഫിറ്റബിൾ. നാം എത്ര ഭയത്തോടെ ഈ ദൈവത്തെ സേവിക്കണമെന്നുള്ളത് ഓർക്കുക. അതിൻ്റെ ശേഷം നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടും. സ്വർഗത്തിൽ അനേക പ്രതിഫലങ്ങളുണ്ട്. മലാഖിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തെ സേവിച്ചവനും സേവിക്കാത്തവനും തമ്മിലൊരു വ്യത്യാസം വീണ്ടും കാണും. There will be a difference. പ്രതിഫലങ്ങളിൽ വ്യത്യാസമുണ്ട്. വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു, ഇതാ ഓരോരുത്തരും അവനവന് പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. എന്തൊരാശ്വാസമായിരിക്കും! ഓരോരുത്തരുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം തരികയാണ്. നമ്മളെ ആദരിക്കുന്ന ദിവസം നാം പഠിച്ചിട്ടുണ്ട്, അനേക കിരീടങ്ങൾ, 5 കിരീടങ്ങളെങ്കിലും പറയുന്നുണ്ട്. ആ കിരീടങ്ങൾ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയാണ് അതെങ്ങനെ കിട്ടുമെന്നൊക്കെ വെളിപ്പെടുത്തിയത്. കിരീടങ്ങൾ പ്രതിഫലമായി തരും. നമ്മുടെ സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്, നമ്മുടെ തേജസ്സിന് വ്യത്യാസമുണ്ട്. നാം ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യത്തിനും, ഭക്തിക്കും ജീവിതത്തിൻ്റെ ഡിസിപ്ലിനും ദൈവത്തെ ഭയപ്പെട്ട് സേവിക്കുന്നതിനും ദൈവഹിതം ചെയ്യുന്നതിനും ഒക്കെ ഇന്ന് മനുഷ്യൻ അംഗീകരിക്കത്തില്ലെങ്കിലും അന്ന് അതിനൊക്കെ പ്രതിഫലങ്ങളും അംഗീകാരവും കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനം നമുക്ക് ആശ്വാസത്തിനും കൂടെ കാരണമാണ്. അതിനുശേഷം ഞാനിതൂടെ പറഞ്ഞു നിർത്തട്ടെ. പാപികളുടെ ന്യായവിധി, ഭയാനകമായ ന്യായവിധി. 1000 വർഷം കഴിയുമ്പോൾ, വെളിപാട് പുസ്തകം 20-ാം അധ്യായം, അവിടെ കുറച്ചുകൂടെ ഞാൻ അതുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നരകത്തെക്കുറിച്ച് എടുക്കും. എന്നാൽ നമ്മൾ 11 തൊട്ട് 15 വരെയുള്ള വാക്യം ഞാൻ ഈ പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ജഡ്ജ്മെൻറ്റ്സിൽ ഈ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ വിഷയം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ദൈവിക ന്യായവിധികൾ എന്നുള്ള CD മേടിച്ച് കേട്ടാൽ മതി. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനിത് ഓടിച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പാപികളുടെ ന്യായവിധി 1000 വർഷം കഴിയുമ്പോൾ വെള്ളസിംഹാസനം മുന്നിലാണ്. ഭയാനകമായ ന്യായവിധി. എന്നാൽ അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. തീപ്പൊയ്കയിൽ പോകുന്നതിൻ്റെ കാരണം എന്നാ? അവൻ്റെ പേര് ജീവപുസ്തകത്തിലില്ല. ആ പുസ്തകത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. 21-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നോക്കിയേ. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. 21-27. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ. അപ്പോൾ കുഞ്ഞാടിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, തന്നോട് ബന്ധമുള്ളവരുടെയൊക്കെ പേരുകൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകം. എന്നെ കേൾക്കുന്നവരോട് ഓർപ്പിക്കട്ടെ, ഈ കുഞ്ഞാടുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങളുടെ പേര് ആ പുസ്തകത്തിലില്ല. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ പോകും. പക്ഷെങ്കിൽ തീപ്പൊയ്കയിൽ ഈ പാപികളുടെ ഒന്നും പേര് അതിനകത്തില്ല. അവർ നരകത്തിൽ പോകുന്നതിൻ്റെ കാരണം അവർ പാപം ചെയ്തുകൊണ്ടല്ല. നരകത്തിൽ പോകുന്നതിൻ്റെ കാരണം അവർ രക്ഷിക്കപ്പെടാത്തതുകൊണ്ടാണ്. അവരുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ മരണത്തിൽ അവരുടെ ന്യായവിധിക്ക് വ്യത്യാസമുണ്ട്. നോക്കിയാട്ടെ, അതിൻ്റെ 12-ാം വാക്യം. മരിച്ചവർ ആമാലപുത്ര സിംഹാസനം നിൽക്കുന്നതാണ്. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് തക്കവണ്ണം ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ജീവപുസ്തകം മാത്രമല്ല, പ്രവൃത്തികൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകം. സ്വർഗത്തിൽ പാപികൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുക്ക് ഓഫ് വർക്ക്സ്, എല്ലാ പ്രവൃത്തികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പുസ്തകം അന്ന് തുറന്ന് ആ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടാകും. ഇവരൊക്കെ നരകത്തിൽ പോകും, പക്ഷെങ്കിൽ നരകത്തിൽ വ്യത്യസ്തമായ ന്യായവിധി ഉണ്ടാകും. വിശുദ്ധന്മാർക്ക് പ്രതിഫലത്തിൽ വ്യത്യാസമുള്ളതുപോലെ പാപികൾക്ക് ന്യായവിധിയിൽ വ്യത്യാസമുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, വളരെ ധാർമ്മിക ജീവിതം നയിച്ചിട്ട് രക്ഷിക്കപ്പെടാതെ നരകത്തിൽ പോകുന്നവരുണ്ട്. മനസ്സിലായില്ലേ? മോറലിസ്റ്റ് ധാർമ്മിക ജീവിതം നയിച്ചു, പക്ഷേ രക്ഷിക്കപ്പെട്ടില്ല. അവരുടെ പേര് ജീവപുസ്തകത്തിൽ കാണാത്തതുകൊണ്ട് നരകത്തിൽ പോകും. എന്നാൽ സകല അധർമ്മങ്ങളും പ്രവർത്തിച്ചു, രക്ഷിക്കപ്പെട്ടില്ല, അവരുടെ പേരും ജീവപുസ്തകത്തിൽ, അവരും നരകത്തിൽ പോകും. ഇവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ചല്ല ശിക്ഷിക്കുന്നത്. ഇവർ രണ്ടുപേരും നരകത്തിൽ പോകും, പക്ഷെങ്കിൽ നരകത്തിൽ ശിക്ഷയ്ക്ക്
വ്യത്യാസമുണ്ട്. അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി അവർക്കുണ്ടാകും. വളരെ വ്യക്തമായി കർത്താവാണ് ഇത് പഠിപ്പിച്ചത്. ഏറെ വെളിച്ചം ലഭിച്ചവന് ഏറെ ന്യായവിധി ഉണ്ടാകും. ഒരു വാക്യം വേണേൽ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം നോക്കിയാട്ടെ. ന്യായവിധിയിൽ, പാപികളുടെ ന്യായവിധിയിൽ വ്യത്യാസമുണ്ടെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയും. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമ്യരുടെയും ഗോമോരുടെയും ദേശത്തിന് സഹിക്കാവതാകും. സോദോം ഗോമോറ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, നരകത്തിലാണ്. എന്നാൽ സുവിശേഷമായിട്ടൊരാൾ കടന്നു ചെല്ലുമ്പോൾ അവരെ തല്ലി ഓടിക്കുകയാണ്. കർത്താവ് പറഞ്ഞ എന്നാ? ന്യായവിധി ദിവസത്തിൽ ഈ സുവിശേഷം അംഗീകരിക്കാതെ ഓടിച്ച് ആ പട്ടണക്കാരുണ്ടല്ലോ, അവർക്ക് വരുന്ന ന്യായവിധി സോദോം ഗോമോറയ്ക്ക് വരുന്ന ന്യായവിധിയെക്കാട്ടിൽ ഭയങ്കരമായിരിക്കും. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് വരുന്ന ന്യായവിധിയെക്കാട്ടിൽ സോദോമിനും ഗോമോറയ്ക്കും സഹിക്കാൻ കഴിയും. അപ്പോൾ ന്യായവിധിയിൽ വ്യത്യാസമുണ്ടെന്ന് ആരാ പഠിപ്പിച്ചേ? യേശു ക്രിസ്തുവാണ്. മറ്റൊരു വാക്യം നോക്കുകയാണെങ്കിൽ 11-ാം അധ്യായം അതിൻ്റെ 20 തൊട്ടുള്ള വാക്യം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു കഫർനഹൂമിലും. വളരെ അത്ഭുതം ചെയ്തു. താൻ ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്തൊരു സ്ഥലമാണ് കഫർനഹൂം. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കത് നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കൊരീസിനെ നിനക്കാ കഷ്ടം, ബെത്സയിദയെ നിനക്കാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണിലും എന്ന് മാനസാന്തരപ്പെടുമായി. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാതാവൂ എന്ന് ഞാൻ നിങ്ങളോട് പറയും. കർത്താവ് വളരെ അത്ഭുതം ചെയ്ത പട്ടണങ്ങൾ, അവർ മാനസാന്തരപ്പെട്ടില്ല, അവർ ന്യായവിധിയിലാണ്. സോരും സീദോനും അവരും മാനസാന്തരപ്പെട്ടില്ല, അവരും ന്യായവിധിയിലാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളെക്കാട്ടിലധികം സോറിനും സീദോനും സഹിക്കാൻ കഴിയും. ന്യായവിധിയിൽ വ്യത്യാസമുണ്ട്. കൂടുതൽ പാപം ചെയ്തവന്, കൂടുതൽ അധർമ്മം പ്രവർത്തിച്ചവന് അതിനനുസരിച്ച് ന്യായവിധിയുണ്ട്. ഞാനിവിടെ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. വളരെ വ്യക്തമായി സഭാപ്രസംഗിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തെ വാക്യം അതോടെ വായിച്ച് നമുക്ക് നിർത്താം. സഭാപ്രസംഗി എക്ലിയാസിസ്റ്റ്, ജ്ഞാനിയായ മനുഷ്യനോട് പ്രബോധിപ്പിക്കുന്നത്, അതിൻ്റെ 13-14 വാക്യം, 12-13-14. സഭാപ്രസംഗി 12-13. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കാം, ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പന പ്രമാണിച്ചോൾക്കാം. ഇതാകുന്നു സകല മനുഷ്യരുടെയും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായി സകല പ്രവൃത്തികളും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ദൈവം സകലവും ന്യായവിസ്താരത്തിൽ വരുത്തും. വിശുദ്ധന്മാർക്ക് ന്യായവിധിയില്ല. അവർക്ക് പ്രതിഫലങ്ങൾക്കായി അവരുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ പാപികൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്ന കാരണത്താൽ അവരുടെ പുനരുദ്ധാനം ന്യായവിധിക്കുള്ള പുനരുദ്ധാനമാണ്. ആ ന്യായവിധിക്ക് ശേഷം അവർ നിത്യനരകത്തിലേക്ക് പോകും. ഫൈനൽ ഡെസ്റ്റിനേഷൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. ദൈവനുവശാൽ വിശുദ്ധന്മാർ സ്വർഗത്തിലോട്ട് പോകും, പാപികൾ നരകത്തിലോട്ട് പോകും. എന്താണ് സ്വർഗം? എങ്ങനെയാണ് സ്വർഗം? അവിടെ തിരിച്ചറിയാൻ കഴിയുമോ? അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുമോ? അവിടെ വിവാഹമുണ്ടോ? അവിടെ ഭാര്യ ഭർത്താക്കന്മാർ തിരിച്ചറിയുമോ? കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ കഴിയുമോ? ഹൗ ഈസ് ഹെവൻ? എന്താണ് സ്വർഗം? അവിടെ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ 100 കണക്കിന് വർഷങ്ങളിരുന്നാൽ അതൊരു ബോറടിയായി മാറുമോ? ഹൗ ഈസ് ഹെവൻ? സ്വർഗം എങ്ങനെയാണ്? വേദപുസ്തകം എന്ത് പറയുന്നെന്ന് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. നരകം എത്ര ഭീകരമാണെന്നും നമുക്ക് പഠിക്കാം. നമുക്കിനിയുള്ള ക്ലാസ്സിൽ ഈ 2 വിഷയം, ഫൈനൽ ഡെസ്റ്റിനി, ഇനിയും എവിടെ ചെന്ന് മനുഷ്യൻ അവസാനിക്കുന്നു എന്നുള്ളത് പരിശോധിച്ച് നമുക്ക് ഈ ക്ലാസ്സുകൾ നിർത്താൻ നോക്കാം. ഇന്ന് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ. കാരണം 1-ാം പുനരുത്ഥാനത്തിൽ നമുക്ക് പങ്കുള്ളവരായി മാറാൻ സാധിച്ചു. നമ്മുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. നാം മരിക്കത്തില്ല. നാം കർത്താവിനോട് കൂടെ എന്നും വാഴാൻ പോവുകയാണ്.